ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള കണവ റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ കണവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടുന്ന മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം. ഇതിനായിട്ട് ഞാനൊരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുത്തെടുക്കാം. കടുകും കറിവേപ്പിലയും ഇട്ട ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്ട് നമ്മുടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കണവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.